വെറുതെ ഓരോന്ന് ആലോചിച്ച് വിഷമിക്കണ്ട. വിഷമല്ല വിജയ്, ആകെ ഒരു മരവിപ്പ്. ഒന്നും മനസ്സിലാവുന്നില്ല. someone is playing a game with me. എനിക്ക് പിടികിട്ടാത്തൊരു റെക്ലെസ് ഗെയിം. പക്ഷേ എന്തിന്? അതൊന്നും ആലോചിക്കണ്ട, എല്ലാം എനിക്ക് വിട്ടേക്ക്. ഇതിൻ്റെയൊക്കെ പിന്നിൽ ആരായാലും അയാളെ നമ്മൾ കണ്ടെത്തും, തീർച്ച. അതിനെൻ്റെ ഒപ്പം ഉണ്ടാവോ? പറയൂ, ഉണ്ടാവോ? ഉണ്ടാവും, തീർച്ചയായും ഉണ്ടാവും. ആസ് എ ട്രൂ. വേണ്ട, കൃത്യമായിട്ടൊരു പേര് കൊടുത്ത് നമ്മുടെ ബന്ധത്തെ ചെറുതാക്കണ്ട. ആദ്യമായിട്ടാണ് ഞാൻ ഒരാളോട് എൻ്റെ പ്രശ്നങ്ങൾ, എൻ്റെ പാസ്റ്റ് എല്ലാം വിജയിൽ ഞാൻ ഒരുപാട് പേരെ കാണുന്നു. വളരെ അണ്ടർസ്റ്റാൻഡിംഗ് ആയിട്ടുള്ള ഒരു സുഹൃത്ത്, പ്രൊട്ടക്ട് ചെയ്യുന്ന ഫാദർ, പിന്നെ എപ്പോഴും കൂടെ വേണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്ന ഒരു പാർട്ട്ണർ. ജാസ്മിൻ, അത് അരുത്, അരുത്, മറുത്തൊന്നും പറയരുത് പ്ലീസ്. ഒന്നും കേൾക്കാനുള്ള മാനസികാവസ്ഥയിലല്ല ഞാൻ. വിജയേട്ടത് ഞാനാ. ചേട്ടൻ പറഞ്ഞ നേരാ. ജാസ്മിൻ തന്ന റെഫറൻസ് ഒക്കെ ശരിയാ. എനിക്കിവിടെ ഇമെയിൽ കിട്ടി. വിജയേട്ടാ, ഞാൻ ആ കുട്ടിയോട് ചെയ്ത് ശരിയായില്ല തോന്നുന്നു. താങ്ക് യു വെരി മച്ച്. ഹലോ ഹലോ ഹലോ. ഹായ് ആനന്ദ്. ഹായ്. നീ എന്താ ഇവിടെ? ഞാൻ ജാസ്മിനെ ഒന്ന് കാണാൻ. മറ്റൊന്നിനുമല്ല. ഐ ഓ യു ആൻ അപ്പോളജി. ഐ തിങ്ക് ഐ മേഡ് എ മിസ്റ്റേക്ക്. ജാസ്മിൻ്റെ ആയിരുന്നു. അവസാനം എനിക്ക് ക്ലിയറൻസ്. ഇത് വിശ്വസിക്കാമോ? തീർച്ചയായിട്ടും വിശ്വസിക്കാം. സർ, ഒന്ന് ചെക്ക് ചെയ്യണം സർ. എക്സ്ക്യൂസ് മീ. എന്താ? ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടിച്ചു. ഐ ആം റിയലി സോറി. ഏയ്, അങ്ങനെയൊന്നുമില്ല. യു ഡിഡ് യുവർ ജോബ്, ദാറ്റ്സ് ഇറ്റ്. ഇസ് ദാറ്റ് ഓക്കേ? ഓക്കേ സർ. ഇത്രയും സെൻസേഷണൽ ആയ ഒരു കേസായതുകൊണ്ട് ഞാൻ അല്പം എക്സൈറ്റഡ് ആയിപ്പോയി. ഐ സെഡ് ഇറ്റ്സ് ഓൾ റൈറ്റ്. ഫ്രെഡി, ആ ഡിഷ് ഒന്ന് ചെക്ക് ചെയ്തേക്കും. ഇതെന്താ വിജയേട്ടാ, വണ്ടിയും ക്രൂ കേട്ടുന്ന എന്താ പരിപാടി? അറിഞ്ഞിട്ടിപ്പോൾ എന്ത് വേണം? ആ, ദേ മാറിയല്ലേ. I'll tell you man. Excuse us. സച്ചിദാനന്ദനാണ് എൻ്റെ ടാർഗറ്റ്. അക്കാരി? യാ, ഇവിടെ അടുത്ത് അയാൾക്കൊരു സോഫ്റ്റ് ഡ്രിങ്ക് ബോട്ട്ലിംഗ് യൂണിറ്റ് ഉണ്ട്. പക്ഷെ കുപ്പിയിൽ കയറുന്നത് വ്യാജന. കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ ടിവിയിൽ എൻ്റെ പ്രോഗ്രാം കാണുക. അഭിപ്രായങ്ങൾ അറിയിക്കേണ്ട വിലാസം. വേണ്ട. വിജയേട്ടൻ ഇതൊക്കെ എങ്ങനെ അറിയുന്നത്? It's because I have a nose for news.
ഹീറോ വർഷിപ്പിന്റെ മിൽസൺ ബൂൺ പ്രായം കഴിഞ്ഞെന്നാണ് ഞാൻ കരുതിയത്. പക്ഷേ കഴിഞ്ഞിട്ടില്ല. ഭാഗ്യം. Coming, 1 minute. You? Yes. Yes, I know it's you! No. No. Brenda! Brenda! No. No. No, no, no! Stop it. അതെ, ഞാൻ തന്നെ. നിങ്ങൾ എന്തിനിത് ചെയ്തു? ചതിയനാണ് നിങ്ങൾ. ചതിയൻ. ഇല്ല, നിങ്ങളെ ഞാൻ വെറുതെ വിടില്ല. നിന്നെ ചതിച്ചവനാണ് ഞാൻ. So shoot me. അച്ഛനെ പോലെ നീ സ്നേഹിച്ച ജസ്റ്റിസ് മേനനെ കൊന്നവനാണ് ഞാൻ. So shoot me. നിന്നെ മുന്നിൽ നിർത്തി RV തമ്പുരാനെ കൊന്നത് ഞാനാണ്. So shoot me. വയ്യല്ലേ? അങ്ങനെ അങ്ങ് ഒരാളെ കൊല്ലാൻ ആർക്കും ആവില്ല. പക്ഷെ ഞാൻ കൊന്നു 2 പേര്. ഇനിയും കൊല്ലും 2 പേരെ കൂടി. എന്തിനാണെന്ന് അറിയണ്ടേ? അറിയണം. നീ അതറിയണം. താങ്ക് യു ഫോർ ദ കോംപ്ലിമെന്റ്. ബട്ട് വൺ തിങ്, ഇത്തരം സെൻസിറ്റീവ് ഇഷ്യൂസ് കൈകാര്യം ചെയ്യുമ്പോൾ ആരുടെയും മുഖം നോക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല. ഇറ്റ്സ് ഓക്കെ. ബൈ. ആ വിഷ്ണു, അതല്ല അല്ല, ഇവിടെ പറഞ്ഞ മാസ്റ്റർ കോപ്പിയാണ്. കോപ്പി എടുത്തേച്ച് കൊടുക്ക. ആ വിഷ്ണു പറയൂ. 4 മണിക്കല്ലേ? ഞങ്ങൾ എത്തിക്കോളാം. ഓക്കെ. ആ, ഇനി സാറ് വന്ന കാര്യം പറയാം. പക്ഷേ നീ ആ 2 ഫോണും ഒന്ന് മാറ്റിവെക്ക്. ഇത് കണ്ടിരിക്കാൻ തുടങ്ങിയിട്ടേ 1 മണിക്കൂറായി. അതെ, ഒരു കോള് മിസ് ചെയ്താൽ ചിലപ്പോൾ കൈവിട്ടു പോകുന്നത് ഒരു ചൂടൻ വാർത്തയായിരിക്കും. സെൻസേഷണൽ സ്കൂപ്പ്. എനിക്ക് തരാനുള്ളതും അത് തന്നെയാ, ഒരു ചൂടൻ വാർത്ത, ആളുകളെ ഞെട്ടിക്കുന്ന ഒരു ഐറ്റം. എന്റെ നാട്ടില് പഴയ ഒരു പോലീസുകാരനുണ്ട്, റിട്ടയർഡ് ഹെഡ് കോൺസ്റ്റബിൾ ചന്ദ്രൻ നായർ. കുറച്ചു ദിവസം മുമ്പ് അയാൾ എന്നോടൊരു കാര്യം പറഞ്ഞു. അയാൾക്ക് പരസ്യമായിട്ടൊന്ന് കുമ്പസരിക്കണം. സർവീസിലിരുന്ന കാലത്ത് അയാൾ ചെയ്ത ചില കാര്യങ്ങളെ പറ്റി ഒരു ഏറ്റുപറച്ചിൽ, എ മേജർ കൺഫെഷൻ. അതോടെ ഉന്നതരായ പലരുടെയും തനി നിറം പുറത്തു വരുമെന്ന അയാൾ പറയുന്നത്. എന്താണ് ദാറ്റ് ഐ ഡോണ്ട് നോ. അയാൾക്ക് പറയാനുള്ളത് മുഴുവൻ പ്രസിദ്ധീകരിക്കുമെന്ന് ഉറപ്പ് കൊടുക്കാൻ എനിക്കാവില്ലല്ലോ. ഇങ്ങനെ സാഹസികമായ ചില കാര്യങ്ങളൊക്കെ ചെയ്യാൻ ശ്രമിച്ച് എങ്ങും എത്താതെ പോയൊരു പത്രക്കാരനാണ് ഞാനെന്ന് അയാൾക്കറിയില്ല.
അതാ ഞാൻ നിന്റെ അടുത്ത് വന്നത്. എഡിറ്ററുടെ തിരുത്തുകളോ മാനേജ്മെന്റിന്റെ സെൻസർഷിപ്പോ ഒന്നും കൂടാതെ അയാളുടെ കൺഫെഷൻ നിന്റെ ചാനലിലൂടെ ജനങ്ങൾ അറിയണം. വോണ്ട് യു ഡു ഇറ്റ്? എന്താ അയാളുടെ പേരെന്ന് പറഞ്ഞത്? അപ്പൊ നമുക്ക് തുടങ്ങാല്ലേ ചേട്ടാ? ബീഡി വേണമെന്നില്ല. പറയാനുള്ളത് മുഴുവൻ തുറന്ന് പറയാം. ഒരു പേടിയും വേണ്ട. പേടിയോ? എനിക്കൊരാളെ മാത്രമേ പേടിയുള്ളൂ, മനസ്സാക്ഷിയെ. സമാധാനമായിട്ടൊന്ന് ഉറങ്ങിയിട്ട് വർഷം 20 ഇനി വയ്യ. ഈശ്വരൻ പോലും പൊറുക്കാത്ത തെറ്റ് ചെയ്തവനാണ് ഞാൻ, അതും നല്ലവനിൽ നല്ലവനായ മാധവേട്ടനോട്. ഇലക്ട്രിസിറ്റി ജീവനക്കാരുടെ പിടിപ്പ് കേട്, അഴിമതിയുടെ ഈ തുടർക്കഥ ജനത്തെ ഇരുട്ടിലാക്കുന്നു. അയ്യോ ചേട്ടാ, ശ്രീദേവി ആ വിളക്കൊന്ന് കത്തിക്കേ. ഇവൻ ഇത് വായിച്ചുകൊണ്ടാന്ന് തോന്നുന്നു. കറണ്ട് ഉടനെ പോയി. ഓരോന്ന് എഴുതി പിടിപ്പിക്കുമ്പോ ഓർക്കണം, സ്വന്തം വീട് ഇരുട്ടിലാവുന്ന. നമ്മുടെ വീട്ടിൽ മാത്രമേ കറണ്ട് പോയുള്ളോ? പിന്നല്ലാതെ. തിരിയല് മോന്താ ഇത് കൊണ്ടുപോയി വെച്ചിരുന്ന് പഠിക്കേ. പതുക്കെ. പാവം, അടുത്ത ആഴ്ച പരീക്ഷയാ. എടീ, ഞാൻ MA വരെ പഠിച്ചത് റാന്തൽ വിളക്കിന്റെ വെളിച്ചത്തിലാ. അതെ, എന്തിനാ ഇങ്ങനെ എപ്പോഴും പണ്ടത്തെ ബുദ്ധിമുട്ടുകൾ പറഞ്ഞ് അവനെ ബോധ്യപ്പെടുത്തുന്നത്? മറ്റു കുട്ടികളുടെ ശാഠ്യങ്ങളൊന്നും അവനില്ല. നമ്മുടെ കഷ്ടപ്പാടൊക്കെ മനസ്സിലാക്കി തന്നെ അവൻ വളരുന്നത്. പദാർത്ഥത്തിന് ഓർക്കുമ്പോഴാ ഒരു വിഷമം. എല്ലാരും പറയണത് ഞാനൊരല്പം കോംപ്രമൈസ് ചെയ്താ മതിയെന്നാ. ഏതെങ്കിലും ഒരു വലിയ പത്രത്തിന്റെ ചീഫ് എഡിറ്റർ കസേരയിൽ ഇരുന്ന് കറങ്ങാം. പക്ഷെ എനിക്ക് ഞാനാകാനല്ലേ പറ്റൂ, മറ്റൊരാളാകാൻ അരുത്. അങ്ങനെ ആലോചിക്ക പോലും അരുത്. മാധവേട്ടനെ പറ്റി എനിക്ക് ഒന്നേ തോന്നിയിട്ടുള്ളൂ, അഭിമാനം. സത്യം. ആരാ അത്? വരണോ? നീ ഏതാ കുട്ടി? എന്നെ രക്ഷിക്കണം, അവര് കണ്ടാൽ എന്നെ കൊന്നുകളയും. ആര്? നീ വിളക്കൊന്ന് പിടിച്ചേ, ഞാൻ നോക്കട്ടെ. പേടിക്കണ്ട, ഇവിടെ ആരും വരില്ല. എന്താ കുട്ടിയുടെ പേര്? എവിടുന്നാ? ട്രീസ. ഞാൻ ഒത്തിരി ദൂരെന്നാ, ബത്തേരി. മോൻ പോയിരുന്ന് പഠിക്കേ. കുട്ടി കാര്യം എന്താന്ന് വെച്ചാ ധൈര്യമായിട്ട് പറ. ആരെയാ കുട്ടി പേടിക്കുന്നേ? ഞാനിവിടെ സച്ചിദാനന്ദ മുതലാളിയുടെ ഫാക്ടറിയിൽ ജോലിക്ക് വന്നതാ. അമ്മച്ചിയുടെ വകയിലുള്ള ജോണി ചൈന ജോലി വാങ്ങി തന്നത്. വൈകിട്ട് കമ്പനി നടത്തുന്ന ഹോസ്റ്റലാണെന്ന് പറഞ്ഞ് എന്നെ അവിടെ കൊണ്ടാക്കിയത്. എന്നെ ചതിച്ചതാ ചേച്ചി. വീട്ടിൽ പോണോന്ന് പറഞ്ഞപ്പോ അവരെന്നെ വല്ലാതെ ഉപദ്രവിച്ചു. എങ്ങനെയാ അവിടെ നിന്ന് ഇറങ്ങി ഓടിയെന്ന് എനിക്കറിയില്ല. അവരെങ്ങനും കണ്ട ഇല്ല, ആരും കുട്ടിയെ ഇനി ഒന്നും ചെയ്യില്ല. അതെ, അകത്തു കൊണ്ടുപോയി വല്ല വെള്ളോ ആഹാരം കൊടുക്ക. ചെല്ലേ. ശ്രീദേവി, എന്താ? നീ ആ ഷർട്ടും ടോർച്ചും എടുത്തേ. മാമ്പൂരിൽ പെൺവാണിഭം, ഉന്നതന്മാരുടെ പങ്ക് തെളിയുന്നു. ടൗൺ ഹാളിന് സമീപം പ്രവർത്തിക്കുന്ന ഒരു നക്ഷത്ര വേശ്യാലയത്തിൽ പ്രമുഖനായ ഒരു രാഷ്ട്രീയ നേതാവിനും വ്യവസായിക്കും പങ്കുള്ളതായി വിവരം ലഭിച്ചിരിക്കുന്നു. ജോലി വാഗ്ദാനത്തിൽ കുടുക്കി നിർധന യുവതികളെ ഇവിടെ എത്തിക്കുകയാണ് പതിവ്. സമൂഹത്തിലെ ഉന്നതരായ പലരും ഇവിടെ നിത്യസന്ദർശകരാകുമ്പോൾ നിയമവും നിയമപാലകരും ആലസ്യത്തിലാഴുന്നു. കൊള്ളാം. ഇതിനാണ് ക്ലിനിക്കൽ റിപ്പോർട്ടിംഗ് എന്ന് പറയുന്നത്. അതിവാചാലതയില്ല, വികാരാവേശമില്ല, പ്രിസൈസ് ആൻഡ് ഷാർപ്പ്. കൊള്ളേണ്ടിടത്ത് കൃത്യമായി കൊള്ളു. കൊണ്ടു അല്ലടോ? എവിടെ അവള്? അവളെയും കൊണ്ടല്ലാതെ ഇനി എന്റെ മുന്നിൽ നിന്നെ ഒന്നും കണ്ടുപോകരുത്. അവളെ കിട്ടിയതുകൊണ്ട് മാത്രമായില്ല. മാധവൻ, അയാളാണ് നമ്മുടെ പ്രശ്നം. ഇതുകൊണ്ട് തീരുന്നില്ല.
പെൺവാണിഭത്തിൽ പങ്കുള്ള ഉന്നതന്മാർ ആരൊക്കെയാണെന്ന് വെളിപ്പെടുത്തുന്ന പരമ്പര നാളെ മുതൽ ഈ പത്രത്തിൽ തുടങ്ങുക. അത് എനിക്ക് വിട് മോനെ. അവന്റെ ഉണക്ക പത്രത്തെയും തീർത്ത് കെട്ടും ഞാൻ. എത്ര പെർഫ്യൂം അടിച്ചാലും തന്റെ ശരീരത്തിൽ നിന്ന് വാറ്റുചാരത്തിന്റെ മണം പോവില്ല. പഴയ 4ാം ക്ലാസ്സും ഗുസ്തിയും വെച്ച് ചിന്തിക്കുന്നുണ്ട് താൻ ഇങ്ങനെയൊക്കെ പറയുന്നത്. എടോ, ആയുധത്തെക്കാളും അധികാരത്തെക്കാളും അക്ഷരത്തെ നമ്മൾ പേടിക്കണം. തനിക്കറിയാവല്ലോ, നമ്മുടെ ബിസിനസ് മുഴുവൻ കെട്ടിപ്പൊക്കിയിരിക്കുന്നത് എന്റെ ഒറ്റയാളുടെ പൊളിറ്റിക്കൽ പവറിന്റെ ബലത്തിലാണ്. അത് വെറും ഒരു 1000 കോപ്പി പത്രക്കാരന്റെ 4 കോളം വാർത്തയിൽ അങ്ങോട്ട് തകർന്നു പോയാൽ നോ, ഐ വോണ്ട് ലെറ്റ് ഇറ്റ് ഹാപ്പൻ. അപ്പൊ നമ്മളിപ്പോ എന്ത് ചെയ്യും? ഐസക് സാർ പറ. എടോ, നമ്മൾ ഈ റിസ്ക് ഒക്കെ എടുത്ത് ഈ സെറ്റപ്പ് എല്ലാം ഉണ്ടാക്കിയത് വെറുതെ അല്ലല്ലോ. വേണ്ടപ്പെട്ടവരെ വേണ്ടി വരുമ്പോ കാണാനാ. ഹലോ. ആ, ഐസക് കണ്ടു. അതിപ്പോ വാർത്ത വന്ന സ്ഥിതിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ പറയാം. ശരി, ഓക്കെ. പോലീസിന്റെ ഭാഗത്ത് നിന്ന് അത്രയും ചെയ്യാം. പക്ഷേ സംഗതി കോടതിയിലെത്തിയാൽ അതോർത്ത് സാർ വിഷമിക്കണ്ട, ഞാൻ നോക്കിക്കോളാം. ഹലോ. ഹലോ, ഞാൻ SP RV തമ്പുരാൻ. മാധവേട്ടൻ ഇവിടെ ഇല്ലല്ലോ. ഇല്ലേ? ഒരു കാര്യം പറയാനാണ്. പത്രത്തിൽ ന്യൂസ് കണ്ട ഉടനെ ഞങ്ങൾ വേണ്ട നടപടി എടുത്തിട്ടുണ്ട്. ആ കുട്ടി എന്താ ഉള്ള പേര്? ആ, ട്രീസ. അവളെ ട്രാപ്പ് ചെയ്ത ജോണിയെ ഞങ്ങൾ കസ്റ്റഡിയിലെടുത്തു. ഞാൻ അങ്ങോട്ടൊരു കോൺസ്റ്റബിളിനെ അയച്ചിട്ടുണ്ട്. മാധവേട്ടൻ ഇല്ലെങ്കിൽ വേണ്ട, ട്രീസയും കൂട്ടി മേഡം അത്യാവശ്യമായി സ്റ്റേഷൻ വരെ ഒന്ന് വരണം. നിങ്ങളുടെ 2 മൊഴി രേഖപ്പെടുത്തണം. പിന്നെ ട്രീസ ജോണിയെ തിരിച്ചറിയുകയും വേണം. മാധവേട്ടനില്ലാതെ അതിനെന്താ മേഡം, ഇതൊരു 10 മിനിറ്റിന്റെ കാര്യമില്ലുള്ളൂ. ഇപ്പൊ ഞാൻ ആ കുട്ടിയും കുട്ടി അങ്ങോട്ട് വരിക പറഞ്ഞ ബുദ്ധിമുട്ടാണ് സാർ. നിങ്ങളെപ്പോലുള്ളവർ ഇങ്ങനെ തുടങ്ങിയാൽ കഷ്ടമാണ് മേഡം. പോലീസിന് അനാസ്ഥ, പിടിപ്പുകേട് എന്നൊക്കെ ഓരോന്ന് പത്രത്തിൽ എഴുതി പിടിപ്പിക്കും. പക്ഷേ ഞങ്ങളുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും നടപടി ഉണ്ടാകുമ്പോൾ തെളിവ് തന്ന് സഹായിക്കാൻ ഈ എഴുതുന്നവരാരും ഉണ്ടാവില്ല. മാഡം ഒന്ന് മനസ്സിലാക്കണം. ഇപ്പോൾ ആ കുട്ടിയുടെ ഭാഗത്തു നിന്ന് തെളിവ് വരാൻ നിങ്ങൾ മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ വന്നില്ലെങ്കിൽ ആ ജോണി ആരെങ്കിലും ഇടപെട്ട് ഇറക്കിക്കൊണ്ടു പോകും. അതിനു മുമ്പ് കേസ് ചാർജ് ചെയ്യണം. ഇതാ പാവം പെൺകുട്ടിയുടെ മാനത്തിന്റെ കൂടി പ്രശ്നം. ശരി സാർ, ഞാൻ വരാം. ഹലോ, പ്രസ് ക്ലബ് അല്ലേ? മാധവേട്ടനുണ്ടോ? വന്നില്ലേ? SP അദ്ദേഹം പറഞ്ഞിട്ട് വന്നതാ. സ്റ്റേഷനിലേക്കൊന്ന് വന്നാൽ. ഇതെന്താ ഇവിടെ? ഇവിടുന്ന് കൂടി മൊഴിയെടുക്കണം. കൊച്ചിനെ ഉപദ്രവിച്ചിരക്കണ്ട അറിയൂ. എന്നാ വാ. ഇന്നത്തെ കേരള ജ്വാല കണ്ടായിരുന്നോ? പിന്നെ മാധവേട്ടൻ ഇന്നൊരു കലക്കിയിരിക്കുകയല്ലേ. 100 ആയിസ. എവിടെയായിരുന്നു മാധവേട്ട ഇതുവരെ? അത്യാവശ്യമായിട്ടൊരിടം വരെ പോകേണ്ടതായിട്ടുണ്ട്. മാധവേട്ടന്റെ പത്രത്തിന് മാത്രം ഇതൊക്കെ എവിടുന്നാ കിട്ടുന്നത്? കേരള ജ്വാലയെ കുറിച്ച് മാത്രമേ ഇന്ന് സംസാരമുള്ളൂ. അപ്പൊ റെസ്പോൺസ് വന്നു തുടങ്ങി. ഹലോ, ആ കൊടുക്കാം. മാധവേട്ടാ ഫോൺ. ഹലോ, ഗുഡ് മോർണിംഗ്. ഞാൻ SP RV തമ്പുരാൻ. ഗുഡ് മോർണിംഗ് സാർ. ഞാൻ വിളിച്ചത് ഒരു നന്ദി പറയാനാ, ഒപ്പം അഭിനന്ദനങ്ങളും. എന്തിന്? ഇന്നത്തെ നിങ്ങളുടെ മെയിൻ സ്റ്റോറി, ഇറ്റ് വാസ് ഷോക്കിംഗ് ആൻഡ് റിവീലിംഗ്. ഹോ, എന്റെ മൂക്കിന് താഴെ ഇങ്ങനൊരു ഏർപ്പാട് നടന്നിട്ട് ഞാൻ അറിഞ്ഞില്ലല്ലോ. ഐ ആം അഷൈംഡ് ടു അഡ്മിറ്റ് ദാറ്റ്. ഓ, അറിഞ്ഞിട്ടും പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ലല്ലോ സാർ. ഉണ്ട്. അവിടെ ഇപ്പൊ റെയ്ഡ് നടക്കുക. ഒരൊറ്റ എണ്ണം രക്ഷപ്പെടാത്ത വിധത്തിൽ ഞാൻ ട്രാപ്പ് ചെയ്തു. ഞാൻ ഈ വിവരം വിളിച്ചു പറയുന്ന ആദ്യത്തെ പത്രക്കാരനാ നിങ്ങള്. ഇങ്ങോട്ട് വന്നോളൂ, നാളത്തേക്ക് ഒരു ലീഡ് സ്റ്റോറി ആകും. ഓക്കെ? എങ്ങോട്ട് പോകുന്നു? മാറി നിക്കടി അങ്ങോട്ട്. എന്ത് അക്രമമാണ് ഈ കാണിക്കുന്നത്? ഞാൻ അവരെ മൊഴി എടുക്കാൻ കൊണ്ടതാണ് സാർ. തന്റെ മൊഴി? സാർ,
സാറ് പറഞ്ഞിട്ടല്ലേ ഞാൻ അവരെ നിങ്ങളോടെന്താ പ്രത്യേകിച്ച് പറയണോ? നടക്ക്. എങ്ങോട്ട് പോവാ? അച്ഛൻ അത്യാവശ്യമായിട്ട് കുറച്ച് ഫോട്ടോ എടുക്കാൻ പോവാ. ഞാനും വന്നോട്ടെ? വേണ്ട മോനെ, മോൻ വീട്ടിലോട്ട് വയ്ക്കോ. അച്ഛാ ഞാനും വന്നോട്ടെ പ്ലീസ്. എന്നാ വേഗം കേറ്. കേറിയോ? സൂക്ഷിച്ചിരി. ടാറ്റാ, നാളെ കാണാം. ടാറ്റാ. അച്ഛാ, ദേ അമ്മ. ഹലോ മിസ്റ്റർ മാധവൻ, നാളത്തേക്കുള്ള മെറ്റീരിയൽസ് എല്ലാം കിട്ടിയല്ലോ. ഫോട്ടോ എല്ലാം എടുക്കണം, മറക്കരുത്. സാർ, അത് എന്റെ ഭാര്യയാണ്. റിയലി? ഓ കഷ്ടം. സാർ എന്താ ഈ പറയുന്നത്? അവളിവിടെ. സാർ, ഇതിന്റെ പുറകിൽ എന്തോ ചതിയുണ്ട്. ചതിയോ? എന്ത് ചതി? പത്രത്തിൽ വെണ്ടക്കാൻ നിർത്തുമ്പോ അറിയില്ലായിരുന്നോ ഭാര്യയ്ക്ക് ഇങ്ങനെയും ചില ഏർപ്പാടുകൾ ഉണ്ടായിരുന്നു? എന്തു പറഞ്ഞടാ? ഈ കേസിലെ സാഹചര്യങ്ങളും തെളിവായി ഹാജരാക്കപ്പെട്ട രേഖകളും പരിശോധിച്ചതിൽ നിന്ന് കോടതിക്ക് മുമ്പിൽ ഹാജരാക്കപ്പെട്ട പ്രതികൾ അപഥസഞ്ചാരത്തിൽ ഏർപ്പെട്ടിരുന്നതായി പ്രഥമദൃഷ്ട്യാ ബോധ്യപ്പെട്ടിരിക്കുന്നു. അതിനാൽ പ്രതികളെ 14 ദിവസം ജുഡീഷ്യൽ കസ്റ്റഡിയിലേക്ക് റിമാൻഡ് ചെയ്തുകൊണ്ട് ഈ കോടതി ഉത്തരവിടുന്നു. നടക്കടി. അയ്യോ അമ്മേ. അമ്മേ. മോനെ. ബുദ്ധി എന്ന് പറഞ്ഞ ഈ ഐസക് സാറിന്റെ ബുദ്ധിയാ ബുദ്ധി. ഇങ്ങനെയൊക്കെ ഈ തലയിൽ തോന്നിയില്ലായിരുന്നെങ്കിൽ നമ്മുടെയൊക്കെ കാര്യം പോക്ക്. മതി വലിച്ചു കയറ്റിയത്. സാർ അത് പറയരുത്, അത് മാത്രമേ പറയരുത്. ഞാൻ ഇപ്പോ ഒരു 1-ാം തരം ആശ്വാസ കുടിയാണ് കുടിച്ചിരിക്കുന്നത്. എന്ത് പറ്റുമെന്നോ സാറേ, ആകെ ഗ്ലൂമി ആയിട്ട്? അയ്യോ, ഞാൻ ഈ സാറിനെ പറഞ്ഞ് സമ്മതിപ്പിക്കാൻ പെട്ട ഒരു പാട്. സാറ് നമ്മളെ പോലെ ഒരാളല്ല, കുറച്ച് ഇച്ചിരി മനസ്സാക്ഷിയുള്ള ആളാണ്. സാർ, ഐ നോ സാറിനെ പോലുള്ള ഒരാൾക്ക് മനസ്സിന് വിഷമമുണ്ടാക്കുന്ന കാര്യങ്ങളാണ് നടന്നത്. പക്ഷെ എന്ത് ചെയ്യാം, വി ഹാഡ് നോ അതർ വേ. നൗ ഹാവ് എ ഡ്രിങ്ക് പ്ലീസ്. ഇതിത്തിരി കടന്നുപോയി ഐസക്. ഞാൻ പുണ്യവാളനാണെന്നൊന്നും പറയുന്നില്ല. എനിക്ക് ചില ദൗർബല്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ടാണല്ലോ നിങ്ങൾ പറഞ്ഞപ്പോൾ എനിക്ക് വഴങ്ങേണ്ടി വന്നത്. ബട്ട് ദിസ് ഈസ് ടു മച്ച്, ജസ്റ്റ് ടു മച്ച്. മിസ്റ്റർ മാനോൻ, ഡോണ്ട് ഗെറ്റ് വർക്ക്ഡ് അപ്പ്. ടേക്ക് ഇറ്റ് ഈസി. ഐസക്, 1 മിനിറ്റ്. ദേ, ഇതിനേക്കാൾ വലിയ കുറ്റബോധമായിട്ട് ഒരുത്തിന് അപ്പുറത്ത് നിൽപ്പുണ്ട്. ഹെഡ് കോൺസ്റ്റബിൾ ചന്ദ്രൻ നായർ. ശരിക്കും പറഞ്ഞാൽ എനിക്ക് അയാളെ നല്ല പേടിയുണ്ട്. അയാളെ വിളിക്കേ. ഡോ ചന്ദ്ര. അല്ല, ആരേത്? വാ വാ, നല്ല ആളാ. മോൾക്ക് TTCക്ക് അഡ്മിഷൻ ശരിയാക്കാൻ വേണ്ടി ദിവസം 3 പ്രാവശ്യം എന്നെ വന്ന് കാണുമായിരുന്നു. ഇപ്പൊ കാര്യം നടന്നു കഴിഞ്ഞപ്പോ പിന്നെ ഇങ്ങോട്ടില്ല അല്ലേ? ഒരെണ്ണം പിടിപ്പിക്കും.
വേണ്ട സർ. കഴിക്കടോ. വേണ്ട. ഓ, ഏമാന്റെ മുമ്പിൽ വെച്ച് എങ്ങനെയാന്ന് ആലോചിച്ചിട്ടാവും. അങ്ങനെയൊന്നുമില്ല. ദിസ് ഇസ് സ്ട്രിക്ട്ലി അൺഒഫീഷ്യൽ. പിടിക്കേ. തനിക്കെന്താ നല്ല സുഖമില്ലേ, അതോ എന്തെങ്കിലും മനപ്രയാസമാണ്? എന്നാലും മാധവേട്ടനോട് ചെയ്തത് കുറെ കടുപ്പമായി പോയി സാർ. അറിയാതെ ആണെങ്കിലും ഞാനും കൂടി അതിന് കാരണമായി നോക്കുമ്പോൾ ഒന്ന് നിർത്തണം. അയാൾ പറഞ്ഞത് ശരിയാ. നമ്മൾ ചെയ്തത് കുറെ കടുപ്പമായി പോയി. പക്ഷെ എന്ത് ചെയ്യാം, യുദ്ധത്തിൽ നീതിയില്ല, ശത്രു മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് താൻ ഇതുവരെ ഒന്നും കണ്ടിട്ടുമില്ല, അറിഞ്ഞിട്ടുമില്ല. പഠിപ്പൊക്കെ കഴിയുമ്പോൾ മോൾക്കൊരു ജോലിയൊക്കെ ശരിയാക്കണ്ടേ? പിന്നെ നല്ല രീതിയിൽ ഒരു കല്യാണം. സത്യം പറഞ്ഞാൽ നമ്മൾ ഈ ജീവിക്കുന്നതൊക്കെ ആർക്ക് വേണ്ടിയാ? നമ്മുടെ മക്കൾക്ക് വേണ്ടി. അവർക്ക് എന്തെങ്കിലും സംഭവിച്ചാലോ? ഏയ് ഇല്ല, ഒന്നും സംഭവിക്കില്ല. സംഭവിക്കരുത്. ആരത്? മാധവേട്ടനോ? വരണം വരണം. സാറുണ്ടല്ലേ? ഞങ്ങളെല്ലാരും കൂടെ പോലീസ് റെയ്ഡിനെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നാലും മാധവേട്ടന് സമ്മതിച്ചിരിക്കുന്നു. മാധവേട്ടൻ പത്രത്തിൽ എഴുതിയത് വായിച്ചപ്പോഴല്ലേ ഞങ്ങൾ ഈ സംഗതി അറിയുന്നത്, അല്ലേ തമ്പുരാൻ സാറേ? എടോ സച്ചി, തനിക്കറിയാമായിരുന്നു തന്റെ സ്വന്തം സ്ഥലത്ത് ഇങ്ങനെ ഒരു പരിപാടി നടക്കുന്നുണ്ടെന്ന്? എവിടുന്ന്? എന്നാൽ ഒന്നും അറിയാത്തവർക്ക് അറിയാൻ ഒരു വാർത്ത കൂടി പറയട്ടെ. എന്റെ ഭാര്യ ശ്രീദേവി ആത്മഹത്യ ചെയ്തു. മച്ചിൽ തൂങ്ങി നിന്ന് അവളുടെ ശരീരം താഴെ ഇറക്കുന്ന കണ്ടിട്ടാ ഞാൻ വരുന്നത്. അതുകൊണ്ട് വാർത്ത തീർന്നില്ല. 4 കൊലപാതകങ്ങൾ, പിടിച്ച 4 നായ്ക്കളെ ജീവനോടെ ഞാൻ വിടില്ല. ദ്രോഹി. സോറി തമ്പുരാൻ. ഓ വേണ്ട, ഞാൻ നിയമം കയ്യിലെടുക്കുന്നില്ല. ചെയ്യേണ്ടവർ തന്നെ ചെയ്യുന്നതാണ് അതിന്റെ ഒരു ശരി, അല്ലേ തമ്പുരാൻ സാറേ? ചന്ദ്രനാരെ, തനിക്ക് വാ. ഇത് പിടിക്കടോ. തമ്പുരാൻ സാറേ, ഒന്ന് പറഞ്ഞാട്ടെ. Take the gun, I say. Shoot him. Shoot him. Shoot him. Shoot him. അത് ചെയ്തു കുഞ്ഞെ, ഈ കൈകൊണ്ട്. അന്നു മുതൽ ഇന്ന് വരെ സ്വസ്ഥത എന്തെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല. എല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഒരു ഭാരം അടക്കി വെച്ച പോലെ എനിക്കിന്നെല്ലാം മറന്നൊന്നുറങ്ങണം. ഒക്കെ പറഞ്ഞു തീർത്തിട്ട് തനിക്ക് ഉറങ്ങണമല്ലേ? എന്നാൽ ഇതൂടെ കേട്ടോ. സ്വന്തം അമ്മ വഴിപിഴച്ചവളാണെന്നോർത്ത് 20 വർഷം ഉറക്കം നഷ്ടപ്പെട്ട ഒരു മകനുണ്ട്. വഴിപിഴച്ച ഭാര്യ കാരണം ആത്മഹത്യ ചെയ്ത അച്ഛനെ ഓർത്ത് നിശബ്ദം കരഞ്ഞിരുന്ന ഒരു മകൻ. അറിയാവുന്നവരിൽ നിന്നല്ല ഓടി ഒളിച്ച് സ്വയം ഒരു അന്യനായി ജീവിക്കുന്ന മകൻ. ഞാൻ. എന്റെ കോടതിയിൽ തനിക്ക് മാപ്പില്ല. വേണ്ട സാർ, വേണ്ട സാർ, പ്ലീസ്. ഇല്ല, കൊല്ലില്ല. എനിക്ക് തന്നെ വേണം. എന്റെ അമ്മ പരിശുദ്ധയായിരുന്നുവെന്ന് താൻ ഈ ലോകത്തോട് ഉറക്ക വിളിച്ച് പറയും. മാനം ഭയന്ന് ആത്മഹത്യ ചെയ്ത് ഒരു ഭീരുവായിരുന്നില്ല എന്റെ അച്ഛനെന്ന് തന്നെ കൊണ്ട് ഞാൻ പറയിക്കും. പറയാം കുഞ്ഞെ, ഏത് കോടതിയിൽ വേണമെങ്കിലും ഞാൻ പറയാം. കോടതിയിൽ? ഈ 4 പേരുടെ വിധി ഞാൻ എഴുതി കഴിഞ്ഞു. എല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോ ഒരു ഭാരം അടക്കി വെച്ച പോലെ എനിക്കിന്നെല്ലാം മറന്നൊന്നുറങ്ങണം. വിജയ്, എനിക്ക് ഇതൊന്നും അറിയില്ലായിരുന്നു. ഒന്നും അറിയാതെ ഞാൻ വിജയനെ
എന്നോട് ക്ഷമിക്കൂ വിജയ്. വിജയ് ചെയ്തത് തെറ്റോ ശരിയോ ഒന്നും പറയാൻ ഞാൻ ആളല്ല. പക്ഷേ ഇനി വേണ്ട, ഒന്നും വേണ്ട. എന്റെ ശരിയും തെറ്റും എനിക്ക് വിട്ടേക്കൂ. നീ എന്ത് പറഞ്ഞാലും ഈ തീ അണയില്ല. എന്നോട് ക്ഷമിക്കൂ, എന്നെ മറന്നേക്കൂ. ചന്ദ്രൻ നായർ. അതെ സർ, അയാൾ മാംപൂർ സ്റ്റേഷനിൽ നിന്നും റിട്ടയർ ചെയ്തു ഇൻ 1980. എത്ര നാളായി മിസ്സിംഗ്? 28 ദിവസം. മകള് കല്യാണം കഴിച്ച് പോയ ശേഷം ഒറ്റയ്ക്കായിരുന്നു താമസം. വിവരമറിഞ്ഞ് അവരാണ് പരാതി തന്നിരിക്കുന്നത്. ലോക്കൽ പോലീസിന് ഇതുവരെ തുമ്പൊന്നുണ്ടാക്കാൻ പറ്റിയിട്ടില്ല. നമുക്ക് പണിയായി സാർ. ഈ ചന്ദ്രൻ നായർ മരിച്ച തമ്പുരാൻ സാറിന്റെ പേഴ്സണൽ സ്റ്റാഫിലുണ്ടായിരുന്നു. ഏതാണ്ട് ഒരു ആശ്രിതൻ. തമ്പുരാൻ സാറ് മരിക്കുന്നതിന് 20 ദിവസം മുമ്പാണ് ഇയാളെ കാണാതായത്. സാർ, അപ്പോ ഈ രണ്ട് സംഭവം തമ്മിൽ എന്തോ ലിങ്ക് ഉണ്ടല്ലോ. പോടോ ലിങ്ക്. നോ, ഹീസ് റൈറ്റ്. നമുക്ക് എത്രയും പെട്ടെന്ന് ആ ചന്ദ്രൻ നായർ ഒന്ന് കണ്ടുപിടിക്കണം. അതെ അതെ, തീർച്ചയായിട്ടും. കണ്ണിലേക്ക് ലൈറ്റ് അടിക്കുന്നത്. കണ്ണില് ലൈറ്റ് അടിക്കുന്ന എനിക്ക് വലിയ ബുദ്ധിമുട്ടല്ലേ? അപ്പൊ പോവാം. നല്ല ഇരുട്ടത്തിരുന്ന് കുറച്ച് സംസാരിക്കാം. വാ. തുടങ്ങിയിട്ട് വർഷം 20ആയി. എനിക്ക് ഒരാളെ പേടിയുള്ളൂ, വിജയ്. സാക്ഷി. എടാ, ഇത് ഞാനാ ലത്തീഫ്. നീ ചന്ദ്രനാരെ കണ്ടോ? അയാൾ എന്താ നിന്നോട് പറഞ്ഞേ? എന്താ കാര്യം? എടാ, ഹീസ് മിസ്സിംഗ്. എന്നെ ആ ACP ആനന്ദ് പിടിച്ചോണ്ട് പോയി ഒരുപാട് കുടഞ്ഞു. നിന്നെ ചന്ദ്രൻ നായർക്ക് പരിചയപ്പെടുത്തിയ കാര്യം ഞാൻ അയാളോട് പറഞ്ഞു. ശല്യപ്പെടുത്തുകയാണെന്നറിയാം, പക്ഷേ എന്നെ ഒന്ന് സഹായിക്കണം. പറയൂ, എന്താ വേണ്ടത്? വാടോ. ഇനി ഇയാൾ എൻ്റെ കൂടെ നിന്ന അപകട. ഇയാളെ താമസിപ്പിക്കാൻ മറ്റാരും അറിയാത്തൊരിടം എനിക്കിപ്പോൾ വേറെ ഇല്ല. അതുകൊണ്ട് ഒരു 2 ദിവസം ഇയാളിവിടെ പ്ലീസ്. അത് കഴിഞ്ഞ് ഞാൻ ഇയാളെ എവിടേക്കെങ്കിലും മാറ്റിക്കോളാം. ആ മുറിയിലേക്ക് പോയിക്കോളൂ. ചെല്ല്. സോറി ആൻഡ് താങ്ക്സ്. അപ്പോ തന്റെ വിസിറ്റ് ഒഫീഷ്യലാണ്. ഞാൻ ഓർത്ത് ഞങ്ങളെയൊക്കെ ഒന്ന് വെറുതെ കണ്ടേച്ചു പോകാൻ വന്നതാണ്. വരണം എന്ന് എപ്പോഴും വിചാരിക്കും, പക്ഷെ സമയം കിട്ടാറില്ല. ഓ, ദാറ്റ്സ് ഓക്കെ. നൗ ടെൽ മീ, വാട്ട് കാൻ ഐ ഡു ഫോർ യു? അത് ഞാൻ ഒരാളെ ട്രേസ് ചെയ്യാനുള്ള ശ്രമത്തിലാണ്. ഇത് അയാളുടെ SLC ബുക്കിന്റെ കോപ്പിയാണ്. DO ഓഫീസിൽ നിന്ന് ഘടിപ്പിച്ച. പിന്നൊരു സോഴ്സിൽ നിന്നാണ് അറിഞ്ഞ അയാൾ ഇവിടെയാണ് പഠിച്ചിരുന്നെന്നുള്ളത്. അപ്രോക്സിമേറ്റ് ഇയർ അതിൽ എഴുതിയിട്ടുണ്ട്. ഏതാണ്ട് താൻ ഇവിടെ ഉള്ളപ്പോൾ തന്നെ അല്ലേ? അതെ സാർ. ഇവിടുത്തെ ഫയലുകളൊക്കെ ഒന്ന് അരിച്ചു പറിക്കുക, എനിക്ക് ആളെ പിടികിട്ടായിരുന്നു. ഓക്കെ, ലെറ്റ്സ് ട്രൈ. താങ്ക് യു സാർ. നമ്മുടെ വിജയോ? വിശ്വസിക്കാൻ പറ്റുന്നില്ല സർ.
ചന്ദ്രൻ നായരും വിജയും തമ്മിലുള്ള കൂടിക്കാഴ്ചയെ പറ്റി ലത്തീഫ് പറഞ്ഞപ്പോഴേ എനിക്ക് സംശയം തോന്നിയിരുന്നു. പക്ഷെ മറ്റ് ഡീറ്റെയിൽസ് ഒന്നും ലത്തീഫിന് അറിയില്ല. പിന്നെ പഴയ പത്രങ്ങളിൽ നിന്നാണ് മരിച്ച മാധവനും ശ്രീദേവിക്കും ഒരു മകനുണ്ടെന്ന് ഞാൻ അറിഞ്ഞത്. ആ കുട്ടിയെക്കുറിച്ചുള്ള എൻ്റെ അന്വേഷണം ചെന്നെത്തിയത് ഞാൻ പഠിച്ച കോളേജിലാണ്. ഞാൻ അന്വേഷിക്കുന്ന ആൾ വിജയാണെന്ന് അറിഞ്ഞപ്പോൾ തന്നെ കൊലപാതക ആരാണെന്ന് എനിക്ക് വ്യക്തമായിരുന്നു. എന്നാലും വിജയൻ ഇങ്ങനെ ഒരു പാസ്റ്റുള്ള കാര്യം നമ്മൾ ആരെങ്കിലും അറിഞ്ഞോ? അതല്ല ഇവിടുത്തെ പ്രശ്നം. ഇപ്പോ നമുക്ക് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ആ ചന്ദ്രൻ നായരെ കിട്ടണ്ടേ സർ? അല്ലാതെ അയാൾ വിജയോട് പറഞ്ഞത് എന്തായിരിക്കുമെന്ന് വെറുതെ ഊഹിച്ചുകൊണ്ട് നമ്മൾ ഇറങ്ങി പുറപ്പെട്ടാൽ? ശിവരാമൻ, വേണ്ടതൊരു സാക്ഷിമൊഴിയാണെങ്കിൽ അതിനൊരു വഴിയേ ഉള്ളൂ, ഒരല്പം വളഞ്ഞ വഴി. നീ ഇതെങ്ങോട്ടാ നമ്മൾ പോണതെന്ന് പറയാം. അതിനു മുമ്പ് വിജയേട്ടൻ ഇത് പറ, എന്താ ഇന്നത്തെ ദിവസത്തിന്റെ വിശേഷം? എന്ത് വിശേഷം? ഒരു വിശേഷമില്ല. എന്തോ എനിക്കറിയില്ല. നീ കളിക്കാതെ കാര്യം പറ. എല്ലാ കാര്യവും എല്ലാ കാലവും എന്റെ അടുത്ത് മറച്ചു പിടിക്കാന്ന് കരുതരുത്. എന്ത് കാര്യം? ഇന്ന് ബർത്ത്ഡേ ആണ് കാര്യം. എന്താ ശരിയല്ലേ? നീ ഇതെങ്ങനെ അറിഞ്ഞു? കാര്യങ്ങൾ അറിയാന്നുള്ളതാണല്ലോ പോലീസിന്റെ പണി. ഓ, അപ്പൊ പണി പഠിച്ചു തുടങ്ങിയല്ലേ? ആശ്വാസം. നമ്മൾ ഒന്നിച്ച് സെലിബ്രേറ്റ് ചെയ്യുന്ന ആദ്യത്തെ ബർത്ത്ഡേ എന്ന നിലയ്ക്ക് അതൊരു സ്പെഷ്യൽ പ്ലേസിലാവാന്ന് വിചാരിച്ചു. ഇതാണോ നീ പറഞ്ഞ സ്പെഷ്യൽ പ്ലേസ്? എന്താ അല്ലേ? സത്യം പറഞ്ഞ വിജയേട്ടാ, എനിക്കിപ്പോഴും ജാസ്മിന്റെ പേസി ഒരു ചമ്മല. വിജയേട്ടൻ കൂടെയുള്ളപ്പോ അതും ഒരു സെലിബ്രേഷൻ മൂഡില് ആ ബുദ്ധിമുട്ട് അങ്ങ് തീരും. അങ്ങനെ ഒരു സ്വാർത്ഥ കൂടി ഉണ്ട് വരവില്. ഹായ്, ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. ഓക്കെ, ഗെറ്റ് റെഡി ഫോർ എ സർപ്രൈസ്. കം ഓൺ. ഇതെന്താ കേക്കും കാൻഡിൽസും ഒക്കെ? ആരുടെ ബർത്ത്ഡേ? ആരുടെ ആണെന്നൊന്നും പറയില്ല, വേണേ തൊട്ട് കാണിക്കാം. ഇത്രയും കാലം പരമ രഹസ്യമാക്കി വെച്ചൊരു കാര്യം ഇന്ന് പുറത്തായേ അല്ലേ ചേട്ടാ? അത് വേറൊരാളും കൂടെ അറിഞ്ഞില്ലേ മോശമല്ലേ? അതുകൊണ്ടാണ് സെലിബ്രേഷൻ ഇവിടെ ആക്കാൻ വെച്ചത്. അയ്യോ, ലൈറ്റ്സ് എടുക്കാൻ മറന്നു. തീപ്പെട്ടി ഉണ്ടാവില്ലോ അല്ലേ? പിന്നെ കുറച്ച് പ്ലേറ്റ്സും ഗ്ലാസും ഞാൻ എടുത്തോളാം. അല്ല, അടുക്കള അവിടെയല്ല. വേണ്ട, ഞാൻ എടുക്കാം. ഞാൻ എടുത്തോളാം. അല്ല, അടുക്കള ആകെ നാശമായി കിടക്കുക. See, I don't mind. No, it's okay. Okay. അങ്ങനെയെങ്കിൽ അങ്ങനെ. Wow, not bad. Happy birthday, Vijay. അയ്യോ, ഒരു മെയിൻ സംഭവം മറന്നുപോയി. വിജയേട്ടാ, കാറിന്റെ ബാക്കിൽ ഇതുപോലൊരു ബാഗ് ഉണ്ട്. അതിൽ 2 ബോട്ടിൽ ജ്യൂസ് ഉണ്ട്, 3 ക്യാൻ ബിയർ ഉണ്ട്. സോറി, വിത്ത് യുവർ പെർമിഷൻ. ഞാൻ ഇതൊക്കെ ഒന്ന് അടുക്കി വെക്കുമ്പോഴേക്കും വിജയേട്ടൻ പോയി എടുത്തിട്ട് വാ. സ്വന്തം ബർത്ത്ഡേക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്തു എന്നാവട്ടെ. ചെല്ലേ. Shall I give you a compliment? ഒന്ന് പുകഴ്ത്തട്ടെ എന്ന്. ജാസ്മിൻ ശരിക്കും കണ്ണട വെക്കുന്ന ഭംഗി. നൈസ് ഫ്രെയിം. Can I have a look at it? Please. ഇതല്ലേ ജസ്റ്റിസ് മേനോനെ കൊന്നിട്ട് നീ പോയാൽ? Come on, tell me. Come on, tell me. I know you recognize me. No, ഇതല്ല. My specs, please. അല്ലെന്നോ? നിങ്ങൾക്ക് ഭ്രാന്തുണ്ടോ? നിന്റെ വേഷം കിട്ട എന്റെ അടുത്ത് വേണ്ട. ഓ, നീയും കൂടെ അറിഞ്ഞുകൊണ്ടുള്ളൊരു ഒത്തുകളിയല്ലേ? നിന്നെ ഒക്കെ എടുത്തോണ്ട് പോയി ചോദിക്കേണ്ട പോലെ ചോദിച്ചാൽ നീ പറയും. കാണോ വിടാൻ. ജാസ്മിൻ, അകത്ത് പോ. കൊള്ളാം, നിന്നെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു. കൊലപാതകങ്ങൾക്ക് തുമ്പുണ്ടാക്കാൻ പോയ വഴികളെല്ലാം കൃത്യം. കിട്ടിയ തെളിവുകൾ വെച്ച് എന്റെ ഭൂതകാലം ഖനനം ചെയ്തെടുത്തതും ഗംഭീരം. കൊലയാളി ഞാനാണെന്ന് ഉറപ്പുവരുത്താൻ ഇവിടെ നടത്തിയ പരീക്ഷണം ബ്രില്യന്റ്. പക്ഷേ സാറിന് ഒരിടത്ത് മാത്രം പിഴച്ചു. ഒരു പെണ്ണിന്റെ മനസ്സറിയുന്നതിൽ. ഇഷ്ടപ്പെടുന്ന പുരുഷനെ
കൊള്ളാവുന്ന ഒരു പെണ്ണ് ഒറ്റില്ലടാ. ഇതുകൊണ്ട് ഞാൻ അവസാനിപ്പിച്ചു എന്ന് കരുതണ്ട. ഇനിയുണ്ടല്ലോ ഹിറ്റ് ലിസ്റ്റിൽ 2 പേർ, സച്ചിദാനന്ദനും ഐസക് തോമസും. അവർക്കൊരു പോറൽ പോലും ഏൽക്കാൻ ഞാൻ സമ്മതിക്കില്ല. അത് ചെയ്ത് കാണിക്കും, അതാണ്. ഗുഡ് നൈറ്റ്. സോറി. ഇനി ബുദ്ധിമുട്ടിക്കില്ല. ഞാൻ ചന്ദ്രൻ നായരെ കൊണ്ടുപോവുകയാണ്.